ഹായ് ഹലോ. അപ്പോൾ നമ്മളുടെ എഫ്രൈം വീടിൻ്റെ നിലവിൽ കുറച്ച് വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളതെന്ന് കാണിച്ചു തരാം. ബാ. അതായത് ഫ്രണ്ടിൽ നമ്മളിതാ ഫുള്ള് മണ്ണൊക്കെ ഇട്ടിട്ട്, മണ്ണല്ല സംഭവം പാറപ്പൊടിയാണ്. നമ്മളിവിടുത്തെ പാറ നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം മാക്സിമം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മണ്ണിട്ട് ഇവിടെ ഒരു കുഴിയായി കേട്ടോ. ഇനി ഈ മണ്ണും കൂടി ഇട്ടിട്ട് ഇവിടെ ലെവലാക്കണം. ഇവിടെ ഫുള്ള് പാറപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുക്കളയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കൊട്ടത്തളമൊക്കെ അടിപൊളിയാക്കി. അതേപോലെ അടുക്കളയിൽ ഇവിടെ നമ്മൾ എക്സ്ട്രാ എടുത്ത പോർഷനിൽ ടൈലിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. മിക്സഡ് ടൈലാണ്. അതേപോലെ തന്നെ ഈ ടൈലിനൊരു പ്രത്യേകതയുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ്, അതുകൊണ്ട് തെന്നി വീഴില്ല. ഗ്രിപ്പുള്ള ടൈലായതുകൊണ്ട് കൊട്ടത്തോളമൊക്കെ സംഭവം ഉസാറാക്കിയിട്ടുണ്ട്. നമ്മുടെ മറ്റേ വാൾ ടൈല്, ഫസ്റ്റ് ബാത്റൂമിൻ്റെ സൈഡിൽ ഒട്ടിച്ച വാൾ ടൈലാണ് സൈഡിൽ കൂടെ ഒട്ടിച്ചിട്ടിരിക്കുന്നത്. ഈ സൈഡിൽ പിന്നെ ഒട്ടിച്ചിട്ടില്ല, പെയിൻ്റ് അടിച്ചു വിട്ടാൽ മതി. പിന്നെ ബാക്ക് സൈഡിൽ നമ്മുടെ കോർട്ട്യാർഡ്. ഇത് ഇന്നലെ രാത്രി ഏകദേശം 8 മണി വരെ ഇവിടെ പണിയുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയാണ് ഈ സൈഡ് ഒട്ടിച്ച് തീർന്നത്. കോട്ടയാട് ഇവിടെയും അല്ലേ, ഇവിടെയും സ്റ്റെപ്പിൽ ഗ്രിപ്പുള്ള ടൈലാട്ടോ ഇട്ടിരിക്കുന്നത്. ഇത് തന്നെ മാറ്റ് ഫിനിഷാണ്, സ്ലിപ്പ് ആവില്ല എന്നുള്ള വിശ്വാസം. അതിൽ ഈ സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒട്ടിച്ചിട്ടില്ല, കാരണം നമ്മളിവിടെ ഈ നിലം എന്ത് ചെയ്യണമെന്ന് ഇനിയൊരു തീരുമാനമാവാത്തത് കൊണ്ട് ഒട്ടിക്കാത്തതാട്ടോ. ഏകദേശം നമ്മൾ ഈ സൈഡിൽ കൂടെ എന്തായാലും ചെറിയൊരു അക്വേറിയം ഈ അറ്റം വരെ ഇങ്ങനെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡുണ്ട്. നമ്മളിവിടെ വന്ന് ഇരുന്നിട്ട് ആക്കം പോലെ ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ വേസ്റ്റ് കുഴി പകുതിയായിട്ട് കിടക്കുകയാണ്. അതായത് നമ്മളോരോ പണി ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും വേറെ ഓരോ പണിയും തരമായിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുപോലെ നമ്മളുടെ ടാങ്കിലെ വെള്ളം തീർന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ ടാങ്കിൻ്റെ നേരെ ചുവട്ടിൽ വെള്ളം വെച്ചിട്ടുള്ള ടാങ്കിൻ്റെ കണക്ടർ ലീക്കായിരുന്നു. അതായത് കണക്ടർ കറക്റ്റായിട്ട് ടൈറ്റായിട്ടില്ല, സംഭവം ലീക്കാണ്. ഒന്നും കൂടെ ടൈറ്റ് ചെയ്യണം. പിന്നെ ഉള്ളിൽ ഒരു അടിപൊളി പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വാൾപേപ്പറിൻ്റെ പരിപാടി, അത് ഒന്ന് കാണിച്ചു തരാം. വീട് ഇനി വാതിലുകൾ എല്ലാം ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുക കേട്ടോ. എന്നിട്ട് ജനൽ വഴിയാണ് ഇന്നലെ രാത്രി ചാടി പോകുന്നത്. ആനുണ്ട് ഈ വാൾപേപ്പർ ഡിസൈൻ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയാം കേട്ടോ. അല്ലേ, ഇടയ്ക്ക് ചെറിയ ചുളിവുകളൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമൊന്നുമില്ല. അത് നമ്മൾക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലല്ലോ. ഇത് മറ്റേ ഒരു റോള് 23 സ്ക്വയർ ഫീറ്റ് ആട്ടോ വരുന്നത്. അതേപോലെ ഇതിന് ഒരു റോളിന് എത്രയാ 12 രൂപ 13 രൂപയായിട്ടാണ് റേറ്റ് വരുന്നത്. അതേപോലെ ഇപ്പുറത്ത് നമ്മൾ ബ്ലാക്ക് മാറ്റാണ്, മാറ്റല്ല ഷീറ്റ്, തുണിയുടെ ഷീറ്റ്, ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ കളറാട്ടോ ഷീറ്റ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇനി ഒട്ടിക്കാനുണ്ട്, അതല്ലേ സാധനം ഇനിയും കിടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഇതാണല്ലേ, ഈ മുകളിലെല്ലാം ഫുള്ള് ഇത് ഒട്ടിക്കണേ. നമ്മൾ ആദ്യം ഈ സ്റ്റെയർ കേസിൽ പച്ച പുല്ല് ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അതൊട്ടിക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അതിൻ്റെ റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് ചെറിയ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് 10 രൂപ താഴെയാണ് ഈ ഷീറ്റിനായിട്ടുള്ളൂ. ഇത് നമ്മളുടെ സൗണ്ട് പ്രൂഫിങ്ങിനൊക്കെ, അതായത് ഹോം തിയേറ്റേഴ്സൊക്കെ വീട്ടിൽ തിയേറ്ററൊക്കെ ചെയ്യുമല്ലോ, അതിനൊക്കെ സൗണ്ട് പ്രൂഫിങ് ചെയ്യുന്ന മെറ്റീരിയലാണിത്. അതേപോലെ സൗണ്ട് ബോക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കൂടെ വരുന്നൊരു തുണിമാതിരിയുള്ളൊരു മെറ്റീരിയലല്ലേ, അതാണ് ഇത്. അതുകൊണ്ട് ഇതാ ഈ പശ വെച്ചിട്ടാണ് SR 409 പോളിഗ്രിപ്പ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ, ഈ മാറ്റ്. പക്ഷേ ഈ സ്റ്റിക്കർ വന്നിട്ട് ഓൾറെഡി സ്റ്റിക്കറിൽ പശ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്.
മിനി സ്റ്റിക്കർ കുറച്ചുകൂടെ ബാക്കിയുള്ളൂ. അത് വേറെ എവിടേക്കെങ്കിലും നമ്മൾ ഈ ഈ സ്റ്റെയറിൻ്റെ അടിഭാഗമല്ലേ അവിടേക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചുമരൊക്കെ ഈ മാറ്റും കൊണ്ട്, പക്ഷേ എന്തെന്ന് പറയുന്ന എല്ലാ ചുമരുകളും ഇതും കൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പിന്നെ റൂമിൽ വെളിച്ചമല്ലാതായി പോകും. എന്തായാലും സ്റ്റെയറിൻ്റെ അവിടെ സംഭവം ഒട്ടിച്ചത് ഉഷാറായിട്ടുണ്ട്. അതായത് ഇനി ഈ സൈഡ് കോർണർ ഉണ്ടല്ലോ, ഇവിടെ ഒരു സിലിക്കോണും കൂടെ വെച്ചിട്ട് ബീഡിങ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും. അതുപോലെ ഈ കോർണറിലൊരു സാധനം കിടക്കണുണ്ടോ, നല്ലേ. ഈ പീസാണ് നമ്മളുടെ ഇവിടെ TV യൂണിറ്റിൻ്റെ ഈ സെൻറ്ററിലെ ഈ വൈറ്റ് പോർഷനിൽ ഒട്ടിക്കുന്നത് കേട്ടോ. അത് ടൈലിൻ്റെ ഡിസൈൻ പോലെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ എപ്പോക്സി ഇട്ടു നിലത്തെ കൂടെയൊക്കെ. അതൊക്കെ ഇന്നലെ തന്നെ എപ്പോക്സി എല്ലാം ഇട്ട് ടൈലൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തു. ഇന്നലെ രാത്രി ഏകദേശം 12 മണി വരെ നമ്മളിവിടെ വർക്ക് ഉണ്ടായിരുന്നു, ഈ സ്റ്റിക്കർ ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഇതാ ഈ മെറ്റൽ എല്ലാം കൂടെ ഒരിടത്തേക്ക് വടിച്ചു കൂട്ടണം. ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം ഒഴിവാക്കണം. എന്നിട്ട് അപ്പുറത്തെ സൈഡ് കോമ്പൗണ്ട് എത്രയാണോ ഗ്യാപ്പ് ഇട്ടേക്കണേ ആ ഗ്യാപ്പ് ഇവിടേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ടിൽ പൊട്ടിച്ച കല്ലുകൾ അവിടെ അടുക്കി വെച്ചിട്ട് അതാണ്ട് ലെവലാക്കണം. പിന്നെ കാട് വെട്ടാനുണ്ട്. എന്തായാലും 2 ദിവസം കൊണ്ട് ഈ പരിപാടികളൊക്കെ ഏകദേശം തീർക്കണം. മൊത്തമായിട്ട് തീരുമൊന്നുമില്ല, എന്നാലും എന്തെന്ന് പറയണേ, നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതൊക്കെ തീർക്കുക. അപ്പോൾ ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാട്ടർ ടാങ്കാണ്. വാട്ടർ ടാങ്കിൻ്റെ എന്തെന്ന് പറയുക, അത് ഈ ഇവിടെയുള്ള ഈ കണക്ടറാണ് ലീക്ക് വന്നിരിക്കണേ. അപ്പോൾ അതൊന്ന് കയറി ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബാക്കി സ്റ്റിക്കർ ഒട്ടിക്കണം രാത്രി, അതേപോലെ വേസ്റ്റ് കുഴി മൂടാനുണ്ട്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നമ്മളിങ്ങോട്ടേക്ക് കയറിയിരിക്കുകയാണ്. പണി അതല്ല, ബാക്ക് സൈഡൊന്നും പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് അവിടെയൊക്കെ ഫുള്ള് പുട്ടിയിട്ടിട്ടേ ഉള്ളൂ, വൈറ്റ് സിമെൻ്റ് അടിച്ച് പുട്ടിയിട്ടിട്ടേ ഉള്ളൂ. ഇനി പെയിൻറ്റിങ് ചെയ്യാണ്ട്. അപ്പോൾ അതേപോലെ ഈ തറയിലൊക്കെ ഗ്രേ കളറാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യാനുണ്ട്. ഇപ്പോൾ പെയിൻറ്റേഴ്സ് നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റേ എന്തെന്ന് പറയുന്നത്, പണികൾ മൊത്തം തീർന്നിട്ടില്ല. ഇനി ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട്. നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ സ്ലാബ് കുഴി ഇവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ മൂടിയിട്ടുണ്ട്. ഇനിയും മണ്ണ് വേണം ഇവിടേക്ക്. അപ്പോൾ അതും ഇന്ന് ചെയ്യാനുള്ളതാണ്. അങ്ങനെ നമുക്ക് തീരാൻ ഒരുപാട് പണികൾ ബാക്കിയുള്ളതുകൊണ്ട് പിന്നെ മറ്റൊരു പണി, വാഷ് ബേസിൻ്റെ ഇതിന് ഒന്നും ചെയ്തിട്ടില്ല. അതും ഇപ്പം ചെയ്യാൻ പറ്റില്ല. ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുന്നത്, സംഭവം പണി ബാലൻസ് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തുന്നില്ല. ഈ ശനിയാഴ്ച ഞാൻ ഇങ്ങോട്ടേക്ക് താമസം മാറ്റുകയാണ്. അപ്പോൾ പള്ളിയിലച്ഛനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഒന്ന് വെഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് താമസം മാറും. അതിന് ശേഷം ഇങ്ങോട്ട് താമസം മാറിയിട്ട് ഒരുവിധം എല്ലാ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം എന്തെന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് പരിപാടി നടത്താൻ. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ ബൈ. താങ്ക് യു.